സ്റ്റോറീസായിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്ന് പറയാൻ പോകുന്നത് കള്ളിയാങ്കാട്ട് നീലിയുടെ കഥയാണ്. യക്ഷിയെയും പ്രേതത്തെയും യക്ഷിക്കഥകളെയും ഒക്കെ ഓർക്കുമ്പോഴും പറയുമ്പോഴും ഒട്ടുമിക്ക മലയാളി മനസ്സുകളിലേക്കും ഒരൽപ്പം ഉൾക്കിടലത്തോടെ ഓടിയെത്തുന്നത് കള്ളിയാങ്കാട്ട് നീലി എന്ന അതിസുന്ദരിയായ യക്ഷിയിലേക്കാവും. ചിലർ ഇതിനെ വെറും കെട്ടുകഥകളെന്നും മിത്തെന്നും പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ മറ്റു ചിലർ ചരിത്രത്തിന്റെ ഭയാനകമായ ഏടുകളിൽ രക്തക്കരയാൽ കുറിച്ചിട്ട സംഭവ കഥയായി ഇന്നും ഭീതിയോടെ സ്മരിക്കുന്നു. എന്തുതന്നെയായാലും നമുക്ക് ആ കഥയിലേക്ക് പോകാം. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തെക്കൻ പാട്ടുകളിലും നാടോടി കഥകളിലുമൊക്കെ നീലിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. കറുത്തു ചുരുണ്ട് ഇടതൂർന്ന് കാർമേഘം പോലെ ഒഴുകിക്കിടക്കുന്ന മുട്ടിന് താഴത്തോളം എത്തുന്ന മുടിയിഴകൾ, വിടർന്ന് താമരമുട്ടുപോലെ വശ്യത തോന്നുന്ന തിളങ്ങുന്ന കണ്ണുകൾ, പൂർണ്ണചന്ദ്രനേക്കാൾ തിളങ്ങുന്ന മുഖം, ആര് നോക്കിയാലും സ്വയം മറന്ന് നിന്നുപോകുന്ന വശ്യ സൗന്ദര്യം, അതായിരുന്നു നീലി. പനമരങ്ങളും കള്ളിച്ചെടികളും നിറഞ്ഞ പഞ്ചവൻ കാട്ടിലെ നീലി ഒരു മിത്തല്ല എന്ന് കരുതുന്നവർക്ക് അവളെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഉൾക്കിടിലമായിരുന്നു. 900 വർഷങ്ങൾക്ക് മുമ്പ് പഴയ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റത്തുള്ള നാഗർകോവിലിൽ പഴകന്നൂർ എന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടെ അമ്മയപ്പൻ കോവിൽ എന്ന ശിവക്ഷേത്രത്തിൽ ഒരു ദേവദാസി ഉണ്ടായിരുന്നു, കാർവേണി. അവൾക്ക് 2 മക്കളായിരുന്നു. അല്ലി എന്ന ദേവത പോലുള്ള അതിസുന്ദരിയായ മകളും അമ്പി എന്ന മകനും. അല്ലിയെ പുറം ലോകം കാണിക്കാതെയായിരുന്നു കാർവേണി വളർത്തിയിരുന്നത്. ആകെ അവൾക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള അനുവാദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തു നടക്കുന്ന കാര്യങ്ങളും പുറം ലോകം എങ്ങനെയാണെന്നും അവൾ അറിഞ്ഞിരുന്നത് അമ്പി എന്ന തന്റെ കൊച്ചനുജനിൽ നിന്നുമാണ്. അവളുടെ ലോകം അമ്പി എന്ന കൊച്ചനുജനിൽ മാത്രം ഒതുങ്ങി. അങ്ങനെയിരിക്കെ ക്ഷേത്രത്തിലെ പുതിയ പൂജാരിയായി മധുരദേശത്ത് നിന്നും നമ്പി എന്ന സുന്ദരനായ ചെറുപ്പക്കാരനെത്തി. അല്ലിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട നമ്പി കണ്ട മാത്രയിൽ നിശ്ചലനായി നിന്നുപോയി. അവൻ ഇത്രയും സൗന്ദര്യം നിറഞ്ഞൊരു സ്ത്രീരൂപം സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല. പെട്ടെന്നാണ് ശ്രീകോവിലിൽ നിന്നുള്ള മണിയടി ശബ്ദം അവന്റെ കാതുകളിൽ എത്തിയതും അവന് തലകാലബോധം വന്നതും. നമ്പിയെ കണ്ട അല്ലിക്കും അവനോട് ഉള്ളിൽ ഇഷ്ടം തോന്നിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. വേനലും മഴയും മാറി മാറി വന്നു പോകുന്നതിനോടൊപ്പം അല്ലിയുടെയും നമ്പിയുടെയും പ്രണയം മൊട്ടിട്ട് വിടർന്നു, പടർന്നു പന്തലിച്ചു. എന്നാൽ ഇതറിഞ്ഞ അല്ലിയുടെ കുഞ്ഞനുജൻ അത് നിരസിച്ചു. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. അല്ലിയുടെ അമ്മ കാർവേണിക്ക് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു. പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്ന അല്ലിക്കും തന്റെ കുഞ്ഞനുജനും അമ്മയെ ചികിത്സിക്കാനും വൈദ്യനെ കാണിക്കാനും സഹായഹസ്തവുമായി നമ്പി എത്തി. എന്നാൽ നമ്പിയുടെ മനസ്സാഗ്രഹിച്ചിരുന്നത് അല്ലിയുടെ സൗന്ദര്യം മാത്രമായിരുന്നില്ല. കാർവേണി സമ്പാദിച്ചു വെച്ചിരുന്ന വൈരങ്ങളും രത്നങ്ങളും പതിപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും കൂടിയായിരുന്നു. പതിയെ പതിയെ കാർവേണിക്ക് തന്നോടും മക്കളോടും അമ്പിക്കുള്ള സ്നേഹവും കരുതലും ജീവിതകാലം മുഴുവനും വേണമെന്ന് തോന്നി തുടങ്ങി. നമ്പി വിചാരിച്ച തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് മനസ്സിലാക്കിയ നമ്പി ഒരു ദിവസം രാവിലെ കാർവേണിയെ കാണാനായി ഓടി വന്നു പറഞ്ഞു, അമ്മേ, ഇന്നലെ എനിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ഭഗവാൻ വന്നു പറഞ്ഞു അമ്മയുടെ മകളെ വിവാഹം കഴിച്ച് അവർക്കൊരു ആശ്രയമായി താങ്ങും തണലുമായി മാറണമെന്ന്.